Hello everyone, welcome to Civil 360 IAS Academy. നിങ്ങളുടെ യു പി എസ് സി മെയിൻസിൻ്റെ ഒരു സെഷനാണിത്. അപ്പം എല്ലാവരും യു പി എസ് സി നമ്മുടെ മെയിൻസ് എക്സാമിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ. ഈ മാസം എൻഡിൽ എക്സാം ആണ്. ഐ ഹോപ്പ് യു ഓൾ ഹാവ് പ്രിപ്പയർഡ് വെരി വെൽ ഫോർ ദിസ് എക്സാമിനേഷൻ. സോ അതുമായി ബന്ധപ്പെട്ടൊരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരുന്ന വീഡിയോ ആണ് പെനാൽറ്റി മാർക്സ്. നമ്മുടെ പ്രിലിംസിന് നെഗറ്റീവ് മാർക്കുണ്ട്, അതേപോലെ നമ്മുടെ മെയിൻസിനും നെഗറ്റീവ് മാർക്കുണ്ട്. അതാണ് പെനാൽറ്റി മാർക്സ്. അപ്പോൾ നമുക്ക് നോക്കാം. സോ വിതൗട്ട് ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സെഷൻ. ഓക്കെ, ലെറ്റ്സ് സീ. പെനാൽറ്റി മാർക്സ് എന്താണ്? നമുക്ക് വരുന്ന ഒരു തരം ഒരു പണിഷ്മെന്റ് പോലെ അല്ലേ. So what not to do in your answer booklet? Know the rules, avoid mistakes, protect your marks. So നമുക്ക് നോക്കാം. എസ്പെഷ്യലി ഫസ്റ്റ് ടൈം മെയിൻസ് ആസ്പിറൻസിനാണ്, ബട്ട് നിങ്ങൾക്കും ഉപയോഗപ്പെടും. ലെറ്റ്സ് സീ. ഇതൊരു മാർക്ക് ഷീറ്റാണ്. ഈ മാർക്ക് ഷീറ്റിൽ ഇവിടെ പെനാൽറ്റി മാർക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. 5 മാർക്ക് പോയി, ചിലർക്ക് 93, 28 പോയിട്ടുണ്ട്. സോ എന്താണ് ഈ പെനാൽറ്റി മാർക്സ്? ലെറ്റ്സ് സീ. ഇത് നമ്മുടെ യു പി എസ് സി കൊടുക്കുന്നതാണ്. QCAB എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ കം ആൻസർ ബുക്ക്ലെറ്റ് ആണ്. സോ ബിലോ മെൻഷൻ മിസ്റ്റേക്സ് ആർ ഫോർ ഇലിസ്ട്രേഷൻ പർപ്പസസ് ഓൺലി. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു വാട്ട് റീഡ് ദ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. ഈ ഞാൻ കുറച്ച് താഴെ കൊടുത്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കുറേ പിക്ചേഴ്സും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കം ആൻസർ ബുക്ക്ലെറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ കം ആൻസർ ബുക്ക്. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കം ആൻസർ ബുക്ക്ലെറ്റിനകത്ത് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ റോ ഉണ്ട്. ഇവിടെ വേറെ നമ്പർ എഴുതാൻ പാടില്ല, ഇവിടെ കുരിശൊന്നും വരയ്ക്കാൻ പാടില്ല, ഈ ഒരു ഏരിയ നിങ്ങൾ ഒന്നും എഴുതാൻ പാടില്ല. യു കൻ നോട്ട് റൈറ്റ് ഹിയർ. ആൻഡ് ദിസ് ഈസ് ദ മെയിൻ തിങ്. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് നിങ്ങളുടെ റിലീജിയസ് സിംബൽസും ഐഡന്റിഫിക്കേഷൻ മാർക്ക്, ടൈം കാൽക്കുലേഷൻ, പേഴ്സണൽ റാൻഡം നമ്പേഴ്സ്, ഹരേ റാം, ഹരേ കൃഷ്ണ, അല്ലെങ്കിൽ ഇവിടെ ഓം, ഈ സ്പേസിൽ എന്തെങ്കിലും എഴുതിയാൽ നിങ്ങൾക്ക് പെനാൽറ്റി മാർക്ക് വരും. ഈ ആൻസർ ബുക്ക്ലെറ്റിന്റെ ഈ സ്പേസിൽ നിങ്ങൾ എന്തെങ്കിലും എഴുതുകയോ വരയ്ക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വരും? നിങ്ങൾക്ക് അവിടെ പെനാൽറ്റി മാർക്ക് വരും. നെക്സ്റ്റ്, പിന്നെ ഇതേപോലെ ഓം നമ ശിവായ ഇങ്ങനെയൊന്നും നിങ്ങൾ എഴുതാൻ പാടില്ല. ഇതൊക്കെ നിങ്ങൾക്ക് പെനാൽറ്റി മാർക്ക് വരുന്നതാണ്. പിന്നെ വരുന്നത് മാർജിൻസിൽ, നിങ്ങളായിട്ടൊരു കസ്റ്റം പേജ് മാർജിൻ ഒന്നും കൊടുക്കരുത്. ഈ ഭാഗത്ത് നിങ്ങൾ ഒന്നും എഴുതാൻ പാടില്ല. നിങ്ങൾക്ക് നമ്പർ എഴുതണോ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. 1, 2 അല്ലെങ്കിൽ ആസ്ട്രിസ്. ഈ 2 ബോർഡറിന്റെ ഈ ഭാഗത്ത് ഒന്നും എഴുതാൻ പാടില്ല. അവിടെ എഴുതി നിങ്ങൾക്ക് പെനാൽറ്റി ഉറപ്പാണ്. ദെൻ നിങ്ങളുടെ അനോമിനിറ്റി മെയിൻറ്റെയിൻ, നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കുന്ന സ്പെഷ്യൽ സിംബൽസോ സിഗ്നേച്ചേഴ്സോ പേഴ്സണൽ കോഡോ അങ്ങനെ ഒന്നും കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ സിഗ്നേച്ചർ ഒന്നും, നിങ്ങളുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും ആൻസർ ബുക്കിൽ എഴുതാൻ പാടില്ല. സോ ഹിയർ ഇറ്റ് ഈസ്. പേര് എഴുതാൻ പാടില്ല. ദെൻ ഇവിടെ റോൾ നമ്പർ എഴുതുക. ഇവിടെ നെയിം ഓഫ് ദി എക്സാമിനേഷൻ, റോൾ നമ്പർ എഴുതരുത്, പേര് എഴുതരുത്, ഒന്നും നിങ്ങളുടെ ഐഡന്റിറ്റിയോടെ ഡിസ്ക്ലോസ് ചെയ്യരുത്. അതിനൊക്കെ വേറെ ഇതുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെ വേറെ പ്രൊവിഷനിങ് ഇതിനൊക്കെ വേറെ സ്ഥലങ്ങളുണ്ട് അതിനൊക്കെ. പിന്നെ എന്താണ് ഇവിടെ പേരൊക്കെ എഴുതിയിരിക്കുന്നുണ്ടോ? സിഗ്നേച്ചർ ഓഫ് ദി എക്സാമിനർ, പേര് എഴുതാൻ പാടില്ല. കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് റൈറ്റ് ഹിസ് നെയിം, നമ്പർ, സിഗ്നേച്ചർ എനിവെയർ ഓൺ QCAB. നിങ്ങൾ അവിടെ ഒന്നും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെനാൽറ്റി, ഇതിനൊക്കെ നിങ്ങൾക്ക് പെനാൽറ്റി മാർക്സ് ഉണ്ട്. ഇതൊന്നും നിങ്ങളോട് യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ നെവർ സൈൻ യുവർ ആൻസർ. നിങ്ങളുടെ essay പേപ്പറിലോ ലെറ്റർ റൈറ്റിംഗിലോ ഓപ്ഷൻസ് കാണും. അവിടെ ഒന്നും നിങ്ങളുടെ പേര് കൊടുക്കാൻ പാടില്ല. വിനീത് കുമാർ സ്ട്രിക്ട്ലി ബാൻ. ഓക്കെ, ഇവിടെയൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ഈ ലൈൻ കഴിഞ്ഞ് എഴുതാൻ പാടില്ല. ഇവിടെ കണ്ടോ, സിഗ്നേച്ചർ, പേര് സിഗ്നേച്ചർ ഒന്നും കൊടുക്കാൻ പാടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ABC അല്ലെങ്കിൽ XYZ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. നിങ്ങളുടെ ശരിക്കുള്ള പേരും ഒപ്പും ഒന്നും കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ നിങ്ങൾക്ക് പെനാൽറ്റി വരും. ദെൻ 2 ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പാടില്ല. ഇംഗ്ലീഷും മലയാളമോ ഇംഗ്ലീഷും ഹിന്ദിയോ
ഒരൊറ്റ ലൈൻ. നിങ്ങൾ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്തെങ്കിൽ ഇംഗ്ലീഷ് മാത്രം, മലയാളമെങ്കിൽ മലയാളം മാത്രം, രണ്ടും കൂടെ മിക്സ് ആയിട്ട് എഴുതാൻ പാടില്ല. മനസ്സിലായല്ലോ? ദോസ് ഡോണ്ട് യൂസ് ലൈക്ക്. പിന്നെ അതേപോലെ സംസ്കൃത ശ്ലോകങ്ങൾ അതൊന്നും അനാവശ്യമായിട്ട്, കാരണം ഏതെങ്കിലും എക്സാം ഒരു ക്വസ്റ്റ്യൻ പെർസ്പെക്റ്റീവാണ് നിങ്ങൾക്ക്, അല്ലാണ്ട് നിങ്ങൾക്ക് ഒന്നും എഴുതാൻ പാടില്ല. ദെൻ ഇങ്ക്, ഇത് ബ്ലൂ ആണ്, ഇത് ബ്ലാക്ക്. സ്വിച്ച് ചെയ്യാൻ പാടില്ല. യു ഡോണ്ട് യൂസ് എനി കളേഴ്സ്. യൂസ് ബ്ലാക്ക് ഓർ ബ്ലൂ. നിങ്ങൾ ബ്ലൂ ഇട്ട് എഴുതുന്നെങ്കിൽ ബ്ലൂ ഇട്ട് അണ്ടർലൈൻ ചെയ്യുക, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ഇട്ട് അണ്ടർലൈൻ ചെയ്യുക. അവിടെ വേറെ കളേഴ്സ് ഗ്രീൻ, റെഡ്, പിങ്ക് ഇതൊന്നും ഉപയോഗിക്കുക. നിങ്ങൾക്ക് സമയമില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ നിങ്ങൾക്ക് പെനാൽറ്റി വരും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെനാൽറ്റി വരും, മാർക്ക് കുറയും. പെനാൽറ്റി മാർക്ക് എന്നാൽ നിങ്ങൾക്ക് മാർക്ക് കുറയും, നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ മാർക്ക് മാർക്ക് കുറയും. മനസ്സിലായോ? സോ ഡോണ്ട് യൂസ്. ആ ഒരു മാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ റാങ്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്റർവ്യൂ കോൾ നഷ്ടമാകുന്ന ആ മാർക്ക് കാരണമായിരിക്കും. ക്ലിയർ? സോ ദാറ്റ്സ് ഇറ്റ്. ഈ മൾട്ടി കളർ യൂസ് ചെയ്യാൻ പാടില്ല. ഐദർ ബ്ലൂ ഓർ ബ്ലാക്ക്. സ്വിച്ച് ചെയ്യരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ നമ്മൾ അപ്പീൽ ചെയ്യുമല്ലോ, എനിക്ക് മാർക്ക് തരണം, എന്നെ ജയിപ്പിക്കണം, എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അപ്പീൽ കൈൻഡ് ഓഫ് ആൻസേഴ്സ് ഒന്നും കൊടുക്കരുത്. ഇതൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവും? പെനാൽറ്റി ഉണ്ടാകും. അവിടെ നോക്കൂ, സാർ പ്ലീസ് ദിസ് ഈസ് മൈ ലാസ്റ്റ് അറ്റംപ്റ്റ്, പ്ലീസ് എക്സാമിൻ ദിസ് ലീനിയൻലി. സാർ യെ മേരാ അന്തിം പരിശ്രമ ഹേ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ദേ ഐ ബെഗ് യു ടു കൺസിഡർ ആൻസർ സിമ്പത്തിറ്റിക്കലി. ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ്? ഇവിടെ നിങ്ങൾക്ക് സിമ്പതി അല്ല കിട്ടുന്നത്, പകരം പെനാൽറ്റി ആയിരിക്കും കിട്ടുന്നത്. ഒന്നും ഇവിടെ യൂസ് ചെയ്യരുത് കേട്ടോ. ദിസ് ഈസ് ഹൗ യു ഷുഡ് നോട്ട് റൈറ്റ് ക്വസ്റ്റ്യൻ കം ആൻസർ ബുക്ക്ലെറ്റ്. ആൻഡ് നല്ല നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം, വലിച്ചു വാരി എഴുതരുത്. ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ്, നീറ്റ്നെസ് വേണം, വലിച്ചു വാരി എഴുതരുത്. ഹാൻഡ് റൈറ്റിംഗ് ബ്യൂട്ടിഫുൾ ആകണമെന്ന് പറയുന്നില്ല, പക്ഷെ വായിക്കാൻ പറ്റുന്ന രീതിയിലാകണം. അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ഹാൻഡ് റൈറ്റിംഗ് ഒന്നും പാടില്ല. ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് പോലെയും വരും. മീൻസ് ഡോക്ടേഴ്സ് മരുന്ന് എഴുതുന്ന പോലത്തെ പണ്ടത്തെ രീതിയിലൊന്നും എഴുതി വെക്കരുത്. ഇതൊക്കെ വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റുന്ന രീതിയിലേ ഇങ്ങനെ എഴുതുന്നത് ആർക്കും വായിക്കാൻ പറ്റില്ല. സോ ഡോണ്ട് യൂസ് ദിസ് കൈൻഡ് ഓഫ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് വർക്ക് ചെയ്യണം. 4 ലൈൻ ബുക്കിലൊക്കെ എഴുതി ശീലിക്കുക. 4 ലൈൻ ബുക്കിലൊക്കെ എഴുതി നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് സെറ്റ് ആക്കുക. ഹാൻഡ് റൈറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, നോക്കും. ഇത് കണ്ടോ, നിങ്ങൾ മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ കുറച്ചും കൂടി അത് എഴുതി തീർക്കാൻ ഉണ്ടായിരുന്നു. എന്തായാലും അപ്പുറത്തെ ചോദ്യം നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ക്വസ്റ്റ്യന് വെട്ടിക്കളഞ്ഞിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ബാക്കി എഴുതി വയ്ക്കരുത്. ഇതൊക്കെ നിങ്ങൾക്ക് പെനാൽറ്റി വരും, പെനാൽറ്റി മാർക്സ് വരുന്നതാണ് ഇതൊക്കെ. മനസ്സിലായോ? അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യന് കുറച്ചധികം മാർക്ക്, കുറച്ച് 15 മാർക്കിന് കുറച്ചും കൂടി എഴുതാൻ സ്പേസ് തീർന്നുപോയി. അതുകൊണ്ട് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ എന്തായാലും എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ക്വസ്റ്റ്യൻ വെട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ മറ്റേ ക്വസ്റ്റ്യന്റെ ബാക്കിയായിട്ട് എഴുതി വയ്ക്കരുത്. ഇതൊക്കെ പെനാൽറ്റി ആണ്. സോ അത് മാത്രമല്ല, ഡോണ്ട് ഡൂഡിൽ ഇൻ ബുക്ക്ലെറ്റ്. നിങ്ങളുടെ ബുക്ക്ലെറ്റിനകത്ത് അവിടെ ഇവിടെ കൊച്ചു കൊച്ചു അതൊന്നും വരച്ച് വയ്ക്കരുത്. അവിടെ ഇവിടെ ചുമ്മാ ബുക്ക്ലെറ്റിൽ എടുത്തിട്ട് സ്പേസ് ഫോർ റഫറിങ്, ഇറെലവൻ്റ് ആയിട്ടുള്ള സ്കെച്ചസ്, ഡൂഡിൽസ് ഇതൊന്നും പാടില്ല. ക്വസ്റ്റ്യൻ എന്താണോ അതിനെ പറ്റിയ ആൻസർ എഴുതുക, പോയിന്റ്സ് എഴുതുക, നിർത്തുക. വേറെ ഒന്നും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് പരീക്ഷണ വസ്തുവല്ല, പരീക്ഷിക്കാനുള്ള സ്ഥലമല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അതിലുള്ള ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം മാത്രം എഴുതിയിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ പോവുക, മാർക്ക് വാങ്ങിക്കുക, റാങ്ക് എടുക്കുക, സർവീസിൽ കയറുക. ഇത്രയും മതി നമുക്ക്. പ്രോപ്പർ ക്യാൻസലേഷൻ ഉണ്ട്. റൈറ്റ് ക്യാൻസൽഡ് ഒരു പേജ് എടുത്തിട്ട് അതിൽ ഷോ ചെയ്യും. ഇതില്ലേടോ പേജ് ഇല്ലേ, ഇങ്ങനെ 2 വര വരയ്ക്കുക, എന്നിട്ട് ക്യാൻസൽഡ് എന്ന് എഴുതണം. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാണ്ട് നിങ്ങൾ വേറെ അത് വിടരുത്. കാരണം ഒരു ഡ്രോ ഡയഗണൽ ലൈൻ മാത്രം വരയ്ക്കരുത്. ലൈക്ക് ഇങ്ങനെ വരച്ചിട്ട് ക്യാൻസൽഡ് എന്ന് എഴുതുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ഇനി അറ്റംപ്റ്റ് ചെയ്യുന്നില്ല, അത് അറ്റംപ്റ്റ് ചെയ്തതല്ല, നിങ്ങളത് ഇവാലുവേറ്റ് ചെയ്യില്ല. ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യണം, തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് വെട്ടണം. വെട്ടിയിട്ട് ക്യാൻസൽഡ് എന്ന് എഴുതണം. അല്ലെങ്കിൽ ഇൻവിജിലേറ്റർ വിചാരിക്കും, അല്ലെങ്കിൽ എക്സാമിനർ വിചാരിക്കും ഓക്കെ അത് എഴുതാൻ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കും, കറക്റ്റ് ചെയ്യാനുള്ളതാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് വേണ്ട. So never leave the examiner guessing whether a black session was intentionally left or accidentally.
അതുകൊണ്ട് നിങ്ങളൊരു ബ്ലാങ്ക് പേജ് ഉണ്ടെങ്കിൽ അതിനെ ക്രോസിട്ട് ഡയഗണലി വരച്ചിട്ട് ക്യാൻസൽഡ് എന്ന് എഴുതുക. ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യുക, ഡയഗണലി വരച്ചിട്ട് ക്യാൻസൽഡ് എന്ന് എഴുതുക. ദെൻ കറക്റ്റ് വേ ഓഫ് ആൻസറിങ്, ഇവിടെ എക്സാമിൻ്റെ പേര് എഴുതുക, മീഡിയം എഴുതുക. ഇവിടെ നിങ്ങൾക്ക് റോൾ നമ്പർ ഇത് കട്ട് ചെയ്ത് എടുക്കുക, ഇത് ഫുൾ കട്ട് ചെയ്ത് മാറ്റി വെക്കും. ഇത് കൊടുക്കുന്ന ഇത് നിങ്ങൾക്ക് മാറ്റും. ഇവിടെ റോൾ നമ്പർ എഴുതുക, എക്സാമിന് എഴുതുക. ഇതിനകത്ത് മര്യാദയ്ക്ക് ആൻസർ എഴുതുക. ആൻഡ് ക്യാൻസൽ ആണെങ്കിൽ ഇങ്ങനെ ക്യാൻസൽ ചെയ്യുക, തെറ്റാണെങ്കിൽ വിട്ടണം, ക്യാൻസൽ. ഇത് ഒരു ഫുൾ പാരഗ്രാഫ് നിങ്ങൾ എഴുതി തെറ്റിപ്പോയി, വിട്ടുക, ക്യാൻസൽ. ഈ ഭാഗത്ത് കൃത്യമായിട്ട് എഴുതുക. ക്ലിയർ? യെസ്, ദിസ് ഈസ് ഹൗ യു ഷുഡ് ആൻസർ. മനസ്സിലായോ? സോ UPSC എക്സാം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാനുള്ള എക്സാം അല്ല, നിങ്ങളുടെ നോളേജ് കാണിക്കാനുള്ള എക്സാം ആണ്. സോ ദിസ് ഈസ് ഹൗ യു ഷുഡ് റൈറ്റ് യുവർ മെയിൻസ് എക്സാമിനേഷൻ. മനസ്സിലായല്ലോ? അപ്പം എല്ലാവരും ഈ മിസ്റ്റേക്സ് കൊണ്ടുവരരുത്. മിസ്റ്റേക്സ് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് പെനാൽറ്റി, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച മാർക്കാണ്, വെറുതെ പെനാൽറ്റി വന്നത് പോയി. നിങ്ങൾ സർവീസിൽ കയറാണ്ട് പോകരുത്, റാങ്ക് കിട്ടാണ്ട് പോകരുത്, ഇൻ്റർവ്യൂ കോൾ നഷ്ടമാവാതെ വരരുത്, അല്ല ഇൻ്റർവ്യൂ കോൾ കിട്ടാണ്ട് വരരുത്. സോ എല്ലാവരും ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക, ഇൻ്റർവ്യൂ പാസ്സാവുക, സർവീസിൽ കയറുക. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു എക്സാം ആണ് എന്ന് വിചാരിക്കുക. ഒരുപാട് ടെൻഷനും വേണ്ട, നെർവസ് ആവേണ്ട. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ മെയിൻസ് എക്സാമിനേഷൻ. ഡു വെൽ ആൻഡ് കോൺകർ യുവർ ഡ്രീം. So be happy and be positive. Thank you and see you in the next session. Bye.